തന്നതിന് ഒന്നുമില്ല. അരമണിക്കൂർ പല്ലുവേദന ഉണ്ടാവുമ്പോ പല്ലുവേദനയില്ലാത്ത 23.5 മണിക്കൂറിനെ മറക്കണേ നമ്മള്. അരമണിക്കൂർ പല്ലുവേദന, അപ്പൊ നമ്മളിങ്ങനെ പിടിച്ചാണ്ട് പറയും, എന്താ ഈ പഠിച്ചോനെ എന്തിനാ റബ്ബേ ഇന്നെങ്ങനെ അടങ്ങാറാക്കണത്, എപ്പോലും പല്ലുവേദന തന്നെയെന്ന് പറയും. സംഗതി അരമണിക്കൂറുള്ളൂ. 23.5 മണിക്കൂർ പല്ലുവേദന ഇല്ലാത്തത് കഴിഞ്ഞു പോയിട്ടുണ്ട്, ഓർമ്മ ഉണ്ടാവില്ല. വണ്ടി തട്ടിയ ഡേറ്റ് നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും, വണ്ടി വാങ്ങിയ ഡേറ്റ് ആരും ഓർക്കലില്ല. വണ്ടി തട്ടിയത് നിയമത്തല്ല, വണ്ടി വാങ്ങിയത് നിയമത്താണ്. വാപ്പ മരിച്ച ഡേറ്റ് എല്ലാവർക്കും ഓർമ്മ ഉണ്ട്, വാപ്പ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് ആരും ഇതുവരെ നോക്കിയിട്ടുണ്ടാവില്ല. ഞാൻ അത് പഠിച്ചതിന് ശേഷം എൻ്റെ വാപ്പാന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി. വാപ്പ മരിച്ചതല്ലല്ലോ നിയമത്ത്, വാപ്പ ജനിച്ചതായിരുന്നു നിയമത്ത്. നിയമത്തുകളെ നമ്മൾ ഓർക്കുന്നില്ല, നിക്കുമത്തുകളെയാണ് ഓർക്കുന്നത്. എന്നിട്ട് അവസാനം പഠിച്ചവനെ കുറ്റം പറയാൻ നിൽക്കുക. അള്ളാഹു റബ്ബാണ് എന്നത് കൽബിക്കാണ് കയറണമെങ്കിൽ രേഷം പണി ഉണ്ടാവും, അത് കയറിയാലേ ഖദാ ഖദർ ബോധ്യപ്പെടുള്ളൂ. അള്ളാഹു റബ്ബാണ് എന്ന തോന്നൽ കയറാതെ ഖദാ ഖദർ ബോധ്യപ്പെടൂല. ഖദാ ഖദർ ഒരു ഇൽമല്ല, അതൊരു ബോധ്യമാണ്. അള്ളാഹുവിന്റെ ഖദാ ഖദറിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഇൽമല്ല, ശരിക്ക് അതൊരു ബോധ്യമാണ്. ആ ബോധ്യം ഉണ്ടാവണമെങ്കിൽ അള്ളാഹു റബ്ബാണ് എന്ന ബോധ്യം ആദ്യം കൽബിലേക്ക് കയറേണ്ടതുണ്ട്. അതുകൊണ്ട് നോക്കേണ്ടതിനെ നോക്കേണ്ടതുപോലെ നോക്കുക എന്നതാണ് റുബൂബിയ്യത്ത്. അത് നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് എല്ലാ കാര്യങ്ങളും ക്ലിയറായി വരുന്നത്. അതുകൊണ്ട് അള്ളാഹു റബ്ബാണെന്ന ബോധ്യമുണ്ടെങ്കിൽ ഈമാനിന് രസം ഉണ്ടാകും. 2, വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി ഇഷ്ടപ്പെട്ടാൽ ഈമാന്റെ രസം ഉണ്ടാവും. ഇസ്ലാമിനെ ദീനായി അംഗീകരിച്ചാലല്ലോ, അംഗീകരിക്കാൻ നമ്മളെല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്, ഇഷ്ടപ്പെടുന്നില്ല. 3, വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യം വറസൂല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയും റസൂലുമായി ഇഷ്ടപ്പെട്ടാൽ, മൻ റളിയ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് ഇഷ്ടപ്പെടുക എന്നാണ്, അംഗീകരിക്കുക എന്നല്ല. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയും റസൂലുമായി ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അവൻ ഈമാന്റെ മാധുര്യം. സഹീഹുൽ ബുഖാരിയിലെ ബാബു ഹലാവത്തുൽ ഈമാൻ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ഈമാന്റെ മധുരത്തെ കുറിച്ച് പറയുന്ന പാഠം. ഈമാൻ വലിയ മധുരമുള്ളതാണ്, പക്ഷെ എല്ലാവർക്കും മധുരം കിട്ടൂല. മധുരം കിട്ടണമെങ്കിൽ 3 നിബന്ധനയുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ ഖാലിഖായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് കാര്യമില്ല, അള്ളാഹുവിനെ മാലിക്കായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് കാര്യമില്ല, അള്ളാഹുവിനെ റാസിഖായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് കാര്യമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അള്ളാഹു തആലാന്റെ ഇഷ്ടത്തിൽ വേറെ പ്രത്യേകത ഉണ്ട്. അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഇങ്ങോട്ട് ഇഷ്ടം അള്ളാഹു തആലാക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ അള്ളാഹുവിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹു തആലാക്ക് നമുക്ക് ഇഷ്ടപ്പെടാം, അങ്ങോട്ട് ഇഷ്ടപ്പെടും. പക്ഷെ ആ ഒരു ബോധം നമ്മളെ കൽബിൽ വരണം. വാപ്പ വരെ 3ാമത് മദ്യം പറയാൻ പോകില്ല എന്നാണ്. ഒരാൾ അങ്ങാടിയിൽ നിന്ന് വൈകുന്നേരം പെരേക്ക് പോകുമ്പോ റോഡ് സൈഡിലുള്ള ഒരു പെരന്റെ വാതിൽമ പോയിട്ട് മുട്ടി. അവിടെ എന്താ പെൺകുട്ടികളെന്തോ ഉണ്ട് തോന്നുന്നുണ്ട്, മുട്ടി. അങ്ങനെ ആകെ പ്രശ്നമായാൽ വാപ്പ മദ്യം പറയാൻ പോകും. എൻ്റെ കുട്ടിയുടെ അബദ്ധം പറ്റിയതാണ്, ഓൻ ആ വാതിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോന്നപ്പോൾ മഴ പെയ്തിരുന്നു, അപ്പൊ കൈ വീശിയപ്പോൾ തട്ടിയതാണ്, ഇനി ഉണ്ടാവില്ല, ഞങ്ങൾ പൊരുത്തപ്പെട്ടാളി എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് അത് മദ്യം പറഞ്ഞാണ്ട് പോരും. 4 ദിവസം കുഴപ്പമൊന്നും ഉണ്ടായില്ല. 5ാമത്തെ ദിവസം പിന്നെയും പോയി മുട്ടി മൂപ്പര്. എന്നാലോ പാപ്പ മദ്യം പറയാൻ പോവില്ല, ഒരിക്കേ മദ്യം പറയുള്ളൂ. ഇനി ഇന്നെ കൊണ്ടാവില്ല, ആരാശം നോക്കിക്കോളി. പിന്നെ അങ്ങനെ എല്ലാരും കൂടിയും പറഞ്ഞ് എൻ്റെ ഇറുക്കനല്ലേ ചെല്ലാതെ ആരാ പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ആകുമ്പോ ഒന്നും കൂടിയും പറയാൻ വേണ്ടി പോകും. അതേ അബദ്ധം 3ാം പ്രാവശ്യം ആവർത്തിച്ചാൽ വാപ്പൊരിക്കലും മദ്യം പറയില്ല. മദ്യം പറയില്ല എന്ന് മാത്രമല്ല, പെരേന്ന് പുറത്താക്കും. ഇനി മേലാല് എന്റെ ഗേറ്റിൽ കടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കാലിന്റെ കൊതരമ്പ് ഞാൻ പൊട്ടി മുറിക്കും എന്ന് പറയും. കയറാനേക്കൂല വാപ്പ. അതേ സമയത്ത് 100,000 വട്ടം അള്ളാഹു തആലാക്ക് എതിരെ ചെയ്തിട്ട്, പടച്ചോനെ ഇന്റെ അടുത്ത് ഒരു അബദ്ധം പറ്റിയതാണ്, ഇജ്ജ് പൊരുത്തപ്പെടുമെന്ന് ചോദിച്ചാൽ അള്ളാഹു തആല ആയിക്കോട്ടെ എനിക്ക് ഞാൻ പൊരുത്തപ്പെട്ടെന്നിരിക്കുന്നു എന്ന് മാത്രമേ പറയുള്ളൂ. എന്തെന്നലെ പറയാൻ ഞാൻ ചോദിക്കൂല. മാലം യുഗർ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയിട്ടില്ലെങ്കിൽ അത് പിന്നെ സമയം അവസാനിക്കണം. അതിനു മുമ്പ് എപ്പോഴൊരു മനുഷ്യനും പടച്ചോനെ ഇന്റെ അടുത്ത് ഒരു അബദ്ധം പറ്റി, അള്ളാഹുവേ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ എന്ന് പറഞ്ഞാൽ എൻ്റെ അടിമക്കുട്ടിയെ നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നേ പറയുള്ളൂ. ഒരാൾ കള്ളുടിച്ചു,
കള്ളുടിച്ച് അങ്ങനെ ഓനെ വാപ്പ പെരേന്ന് പുറത്താക്കി. വാപ്പ പുറത്താക്കിയാലും ഉമ്മ ആരും അറിയാതെ ചോറ് കൊടുക്കും. അങ്ങനെ ഒരു ദിവസം കള്ളുടിച്ച് വന്നിട്ട് ഉമ്മാനെയും തച്ചു. അങ്ങനെ അമ്മയും പറഞ്ഞു ഇനി മേലാൽ പെരേ കയറരുത്. പിന്നെ നാട്ടുകാരൊന്നും അടിയിട്ടി. ആർക്കും വേണ്ടാതെയായ മനുഷ്യൻ, അങ്ങനെ ആർക്കും വേണ്ടാത്ത മനുഷ്യനെ അള്ളാഹു വിളിക്കുന്ന ഒരു വിളി പരിശുദ്ധ ഖുർആനിലുണ്ട്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. ഖുൽ നബിയേ താങ്കൾ പറയുക, യാ ഇബാദി എൻ്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം വേണ്ടാത്തത് മാത്രം ചെയ്തു നടക്കുന്ന എൻ്റെ അടിമക്കുട്ടിയെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, ഞാൻ എന്നെ കയ്യൊഴിയിലട്ടോ, പക്ഷെ ഒന്നുണ്ടായ മതി, ഇന്റെ റബ്ബേ എനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് പറയാനുള്ള മനസ്സുണ്ടായാൽ മതി. അതാണ് അള്ളാഹും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. ഒരാളോട് നമ്മളൊരു 5000 റുപ്യ ചോദിച്ചു എന്ന് വിചാരിക്കുക. ഒരു മനുഷ്യനോട് 5000 റുപ്യ ചോദിച്ചു. അപ്പൊ അയാൾ ചോദിക്കുക എന്തിനാന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു അത് ഇങ്ങനെ കുട്ടി ആശുപത്രി ഉണ്ട്, ഡിസ്ചാർജ് ആയിട്ടുണ്ട്, ബില്ലടക്കാൻ പൈസ ഇല്ലായിട്ടാണ് എന്ന് പറഞ്ഞാൽ പറയും അന്നായിക്കോട്ടെ നാളെ തന്നെ തരണട്ടോ പറഞ്ഞാട്ട് തരും 5000 റുപ്യ. അതേ സമയത്ത് ഒരാളുടെ 5000 റുപ്യ ചോദിച്ചു എന്തിനാന്ന് ചോദിച്ചു. ഒന്നിനല്ല, വെറുതെ കീശയിലൊക്കാനാണെന്ന് പറഞ്ഞാൽ എന്താ മറുപടി, ഈ 2 കാലുമ നടന്നു എന്ന് പറയും. ഇതേ ചോദ്യം അള്ളഹാനോട് ഒരാൾ ചോദിച്ചു, പഠിച്ചാൽ എനിക്കൊരു 5000 റുപ്യ തരുമോ? അള്ള ചോദിച്ചു എന്തിനാണ്? അതിന് പറഞ്ഞു ഒന്നല്ല, ഒരു ധൈര്യത്തിന് കീശയിൽ വെക്കാനാണ് പറഞ്ഞാൽ അന്നെടുത്തു പറയും. അതാണ് അള്ളയും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ ഒരു 5000 റുപ്യ കിട്ടി. അത് കിട്ടിയേക്കിന് തന്നെ ഒരു 5000 കൂടി ചോദിച്ചു എന്ന് വിചാരിക്കുക. എനക്ക് ഇപ്പോഴും തന്നിട്ടുള്ളൂ, പിന്നെയും ചോദിക്കല്ലേ എന്ന് അള്ളാഹു തആല പറയില്ല. ആ സമയത്ത് വേറൊരു മനുഷ്യൻ്റെ ഇരുന്ന് കിട്ടില്ല. എത്ര ചോദിച്ചാലും കുഴപ്പമില്ലാത്ത ഈ ലോകത്ത് അള്ളാഹു തആലക്ക് മാത്രമേ ഉള്ളൂ. ഇതാണ് അള്ളാഹു റബ്ബാണെന്ന് ബോധ്യപ്പെടുക എന്ന് പറഞ്ഞത്. അങ്ങനെ മനസ്സിലാക്കി വരുമ്പോൾ അള്ളാഹിനോട് വരുന്നൊരു ഇഷ്ടമുണ്ട്. അതാണ് റുബൂബിയ്യത്തിന്റെ ഇഷ്ടം. അതിൽ നിന്നുണ്ടായിത്തീരുന്ന ഒരു ബോധത്തിന്റെ പേരാണ് ഖദാ ഖദറിലെ വിശ്വാസം. ഖദാ ഖദർ ഒരു ഇൽമല്ല, അത് ഇൽമിൽ ഒതുങ്ങുന്നതല്ല, അതൊരു ബോധമാണ്. ബോധത്തിൽ മാത്രമേ ഒതുങ്ങുള്ളൂ എന്നതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് ഇൽമ വലിയ രസമുള്ളതാണ്, ഈമാൻ വലിയ രസമുള്ളതാണ്. ആ രസം നമുക്ക് കിട്ടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. മക്കള് വലിയൊരു ബറക്കത്താണ്. ആ സമയത്ത് മക്കളില്ലാതിരിക്കൽ ബറക്കത്ത് കുറവല്ല. നല്ല മനസ്സിലാക്കേണ്ട കാര്യം. വെള്ളിയാഴ്ച നല്ല ദിവസം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശനിയാഴ്ച ഒന്നിനും പറ്റൂല എന്നല്ല. വെള്ളിയാഴ്ച നല്ല ദിവസമാണ് എന്ന് പറഞ്ഞതിന് വെള്ളിയാഴ്ച നല്ല ദിവസം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. വ്യാഴാഴ്ചക്ക് ഒരു കുഴപ്പമില്ല, ശനിയാഴ്ചക്കും കുഴപ്പമില്ല. അബുദാബിക്ക് പോവുകയാണ്, ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ചെന്നു ട്രാവൽസിൽ. തിങ്കളാഴ്ചയും ടിക്കറ്റ് ഉണ്ട്, ചൊവ്വാഴ്ചയും ടിക്കറ്റ് ഉണ്ട്. തിങ്കളാഴ്ച നല്ല ദിവസമാണ്, അന്ന് ടിക്കറ്റ് എടുക്കാം. അബുദാബിക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ചെന്ന് വിസ ക്യാൻസൽ ആവാൻ പോകുന്നുണ്ട്. നാളെ ചൊവ്വാഴ്ച, നാളെ പോയേ പറ്റുള്ളൂ, നാളേക്ക് ടിക്കറ്റ് ഉണ്ട്. എന്നാലോ ചൊവ്വാഴ്ച നല്ല ദിവസമാണ് പോയിക്കോളുക. തിങ്കളാഴ്ച നല്ല ദിവസമാണെന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച ഒന്നിനും പറ്റൂല എന്നല്ല.